ഹായ് ഓൾ ഏണസ് അക്കാഡമിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്കറിയാം വർക്ക്ഷോപ്പ് ഇൻസ്ട്രക്ടർ അല്ലെങ്കിൽ ഇൻസ്ട്രക്ടർ ഗ്രേഡ് 2, ഡെമോൺസ്ട്രേറ്റർ, ഡ്രാഫ്റ്റ്മാൻ ഗ്രേഡ് 2 തുടങ്ങിയ തസ്തികകൾ ടെക്നിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റിലേക്ക് വരുന്ന ഒരു തസ്തികയാണ്. ഇപ്പോൾ ധാരാളം ഉദ്യോഗാർത്ഥികൾ ചോദിക്കുന്നുണ്ട്, ഈ ഒരു പോസ്റ്റ് നോട്ടിഫിക്കേഷൻ ഉണ്ടാവും, എന്ന് മുതൽ പഠിച്ചു തുടങ്ങണമെന്നൊക്കെയുള്ള വലിയ സംശയങ്ങളുണ്ട്. അതിനുള്ള ഉത്തരമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പ്രധാനമായിട്ട് ചെയ്യാൻ പോകുന്നത്. ഇതിന്റെ അവസാനത്തെ ഡീറ്റെയിൽസ് എടുത്തു കഴിഞ്ഞാൽ ഇതിന് അവസാന നോട്ടിഫിക്കേഷൻ വന്നത് 2022 അതുകൊണ്ട് തന്നെ ഉടൻ തന്നെ നമുക്ക് നോട്ടിഫിക്കേഷൻ വരാം എന്നുള്ളതാണ് നമ്മുടെ ഒരു കൺസിഡറേഷൻ. അതിന് അടിസ്ഥാനപരമായിട്ടുള്ളത് പറഞ്ഞാൽ ഇത് DOE ആണ്. 2024 വന്ന DOE ആണ്. അപ്പം 3 വർഷമാണ് ഒരു റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി. ആ ഒരു റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി കഴിയുമ്പോൾ പുതിയ റാങ്ക് ലിസ്റ്റ് വരണം എന്നുള്ളത് PSCയുടെ നിലവിലെ ഒരു ചട്ടമാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു റാങ്ക് ലിസ്റ്റിന്റെ കാലാവധിക്ക് മുമ്പ് തന്നെ എക്സാമിനേഷൻ നോട്ടിഫിക്കേഷൻ എക്സാം നടത്തിപ്പോയെങ്കിൽ മാത്രമേ ഇങ്ങനെ ഒരു കൃത്യമായിട്ടൊരു റാങ്ക് ലിസ്റ്റ് നമുക്ക് ജനറേറ്റ് ചെയ്യാൻ പറ്റുകയുള്ളൂ. അപ്പോൾ നമുക്ക് എക്സാം പ്രതീക്ഷിക്കുക തന്നെ ചെയ്യാം. അപ്പോൾ ഇവിടെ നമ്മൾ വന്നിരിക്കുന്നത് പറഞ്ഞാൽ നിങ്ങളുടെ ഈ സംശയങ്ങൾക്ക്, അതായത് എപ്പോൾ പഠിച്ചു തുടങ്ങണം, എങ്ങനെ പഠിക്കണം, ഏത് രീതിയിൽ പഠിച്ചു തുടങ്ങിയാൽ നിങ്ങൾക്ക് ഇതിന്റെ റാങ്ക് ലിസ്റ്റിൽ എത്താൻ കഴിയും എന്നൊക്കെയുള്ള കൃത്യമായി ഗൈഡൻസ് ചെയ്യുന്ന രീതിയിൽ ഏണസ്റ്റ് അക്കാഡമി നിങ്ങൾക്കായിട്ടൊരു സൗജന്യ വെബിനാർ കണ്ടക്ട് ചെയ്യുകയാണ്. നമുക്ക് ഈ വെബിനാർ വരുന്നത് മാർച്ച് 5-ാം തീയതി വൈകുന്നേരം 8 മണിക്കാണ്. ഇപ്പോൾ ഈ ഒരു വെബിനാറിൽ നേരിട്ട് പങ്കെടുക്കുന്നതിനുള്ള ഒരു ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നേരിട്ട് എഡ്യൂക്കേറ്ററോട് തന്നെ ചോദിച്ചിട്ട് നിങ്ങളുടെ സംശയങ്ങൾ തീർക്കാൻ പറ്റും. മാത്രവുമല്ല പഠനത്തിന്റെ കൃത്യമായൊരു സ്റ്റഡി സ്ട്രാറ്റജി കിട്ടും. ഇനി നമ്മുടെ മുമ്പിൽ കുറച്ചധികം സമയമുള്ളത് കൊണ്ട് തന്നെ ഈ സമയത്തെ വളരെ ബ്രില്യൻ്റ് ആയിട്ട് യൂട്ടിലൈസ് ചെയ്തുകൊണ്ട് പഠനം കൃത്യമായ ദിശയിലെത്തിച്ച് കട്ട് ഓഫ് മാർക്കിനേക്കാളും നല്ല ഉയരത്തിലുള്ളൊരു സ്കോർ കിട്ടി റാങ്ക് ലിസ്റ്റിന്റെ ആദ്യ പദത്തിൽ തന്നെ വരാനുള്ള അവസരമാണ് നമുക്ക് ഇങ്ങനെ കിട്ടുന്നത്. അതായത് നമുക്ക് മനസ്സിലാക്കേണ്ടതെന്ന് പറഞ്ഞാൽ എക്സാമിനേഷന്റെ വ്യത്യസ്ത ഡിഫിക്കൽട്ടി ലെവലുകളെ എങ്ങനെ ഓവർകം ചെയ്യണമെന്ന് നിങ്ങൾക്ക് വ്യക്തമായി മനസ്സിലാക്കത്തക്ക രീതിയിലാണ് നമ്മുടെ വെബിനാർ സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഉദ്യോഗാർത്ഥിക്ക് ഉണ്ടാകുന്ന എല്ലാ സംശയങ്ങളും നേരിട്ട് ചോദിച്ച് മനസ്സിലാക്കുമ്പോൾ അതിനോടനുബന്ധിച്ചുണ്ടാകുന്ന മറ്റ് സംശയങ്ങൾ കൂടി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ക്ലാരിഫൈ ചെയ്യാൻ പറ്റും. അതുകൊണ്ട് മറക്കണ്ട, ഈ വരുന്ന മാർച്ച് 5-ാം തീയതി വൈകുന്നേരം 8 മണിക്കാണ് നമ്മുടെ വെബിനാർ. അപ്പോൾ ഈ വെബിനാറിൽ എല്ലാവരും നേരിട്ട് പങ്കെടുക്കുക. ഇനി ഈ വെബിനാറിനെ പറ്റിയും വെബിനാറിന്റെ കൂടുതൽ വിവരങ്ങൾ അറിയണമെങ്കിൽ താഴെ നൽകിയിരിക്കുന്ന ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യാവുന്നതാണ്, അല്ലെങ്കിൽ ഈ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. മറക്കണ്ട, യൂട്യൂബ് ചാനൽ വഴിയാണ് നമുക്ക് വെബിനാർ കിട്ടുന്നത്. അപ്പോൾ വെബിനാർ മിസ്സാവാതിരിക്കാൻ എത്രയും പെട്ടെന്ന് നിങ്ങൾ എന്ത് ചെയ്യുക, ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യുക. അടുത്തതായിട്ട് നമ്മുടെ കോഴ്സുകൾ ഓൾറെഡി തുടങ്ങിക്കഴിഞ്ഞു. ഇലക്ട്രിക്കൽ മേഖലയുമായി ബന്ധപ്പെട്ട എല്ലാവർക്കും കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ്. ഡിപ്ലോമ, ബിടെക്, ഇലക്ട്രിക്കൽ കഴിഞ്ഞവർക്കും വളരെ പ്രധാനപ്പെട്ട ഒരു തസ്തിക തന്നെയാണിത്. അപ്പോൾ ഈ വെബിനാറിൽ പങ്കെടുക്കുന്നതിനോടൊപ്പം തന്നെ നമ്മൾ കൃത്യമായിട്ടുള്ള ഒരു സ്റ്റഡി പ്ലാനോട് കൂടി ഒരു ബാച്ച് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഈ ബാച്ചിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇപ്പോൾ തന്നെ പഠിച്ചു തുടങ്ങാവുന്നതാണ്. ഈ പഠനം ഇപ്പോൾ തന്നെ തുടങ്ങിക്കഴിഞ്ഞാൽ മറ്റൊരു പ്രശ്നവും മറ്റൊരു ടെൻഷനും ഇല്ലാതെ നമുക്ക് വളരെ ഈസി ആയിട്ട് എക്സാമിനെ ക്രാക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ മറക്കണ്ട, നിങ്ങളെ സംബന്ധിച്ചിടത്തോളം സർക്കാർ ജോലിയാണ് നിങ്ങളുടെ മുമ്പിലുള്ളത്. അതിനായിട്ട് ഉടൻ തന്നെ നിങ്ങൾ കോഴ്സിന് ജോയിൻ ചെയ്യുക. അപ്പോൾ കോഴ്സിനെ പറ്റി അറിയുന്നതിനും അതുപോലെ തന്നെ നമ്മുടെ വെബിനാറിനെ പറ്റി ഡീറ്റെയിൽസ് അറിയുന്നതിനും മറക്കണ്ട, താഴെയുള്ള ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യാവുന്നതാണ്, അല്ലെങ്കിൽ ഈ കാണുന്ന നമ്മൾ ബന്ധപ്പെടാവുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും വിജയാശംസകൾ. കൃത്യമായിട്ട് പഠിച്ചു തുടങ്ങുക. സർക്കാർ ജോലി എന്ന ലക്ഷ്യം നിങ്ങളെ തേടി എത്തുക തന്നെയും. മറ്റൊരു വീഡിയോയിൽ കാണാം. ഗുഡ് ബൈ.